നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സനീഷ് കുമാർ ജോസഫ് MLA ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുടെ ഭാഗമായി അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചു. മണപ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവഗ്രഹ ഹോമം, നവഗ്രഹ പൂജ എന്നിവ നടത്തി. രാജ്യത്ത് പ്ലാസ്റ്റിക് അഥവാ പോളിമർ കറൻസി നോട്ടുകൾ അവതരിപ്പിക്കാനുള്ള ഒരുക്കങ്ങളുമായി റിസർവ് ബാങ്ക്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെ ജില്ലാതല വിതരണോദ്ഘാടനവും പ്രകാശനവും രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. പെരിയാറിലെ ആഴങ്ങളിൽ മുങ്ങിത്താണ് വിദ്യാർത്ഥിനിയെ സ്വജീവൻ പണയം വെച്ച് മനുഷ്യത്വവും ദയയും സധൈര്യവും കൈമുതലാക്കി അതിസാഹസ്യമായി രക്ഷപ്പെടുത്തിയ സ്വകാര്യ ബസ് ഡ്രൈവർ അജേഷിന് ആദരം. ആശുപത്രിയെ പൊതിച്ചോർ വിവാദത്തിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വാർത്തകൾ വിശദമായി. സനീഷ് കുമാർ ജോസഫ് MLA ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുടെ ഭാഗമായി അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചു. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, VO പൈലപ്പൻ, MT ഡേവിസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുനന്ദ നാരായണൻ, KC മനോജ്, ലീല സുബ്രഹ്മണ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഡാർലി ഫോൾസൺ തുടങ്ങിയവർ പങ്കെടുത്തു. നിയോജകമണ്ഡലത്തിലെ ഓരോ വാർഡിൽ നിന്നും 10 വിദ്യാർത്ഥികൾക്ക് വീതം നിയോജകമണ്ഡലത്തിലെ 1700 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസും ഒരുക്കിയിരുന്നു. 24 മണിക്കൂറും ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച സ്വാർത്ഥകനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു, ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം, നിരവധി പദ്ധതികൾ ഇന്ന് കേരളത്തെ പുതിയ ഒരു ദിശയിലേക്ക് നയിക്കുന്ന വിഴിഞ്ഞം പദ്ധതി അദ്ദേഹത്തിന്റെ നിശ്ചയ ദാർഢ്യം കൊണ്ട് യാഥാർത്ഥ്യമായതാണ്. കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം അടക്കം നിരവധിയായുള്ള കാര്യങ്ങൾ പദ്ധതി പോലെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ. അങ്ങനെ കാര്യമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പദ്ധതി 20 വർഷക്കാലം അതിനുവേണ്ടി ശ്രദ്ധിച്ചിട്ടും നിരവധി ഉദ്ഘാടനങ്ങൾ നടന്നിട്ടും പരിഹരിക്കാൻ കഴിയാതെ എന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഒരു മിനിറ്റ് കൊണ്ടാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഒരു ഭരണാധികാരിയുടെ ഏറ്റവും അല്ലെങ്കിൽ ചടുലമായ അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു പ്രശ്നം മണപ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവഗ്രഹ ഹോമം, നവഗ്രഹ പൂജ എന്നിവ നടത്തി.
ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാരണത്ത് ശ്രീധരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ശ്രീ കേശവ ശർമ്മ സ്വാമികൾ, രഘുസ്വാമി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്ത് ദർശനവും പ്രാർത്ഥനയും നടത്തി. SSLC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ KK ശബരിനാഥനെ ക്ഷേത്രം തന്ത്രി മെമ്മന്റോ നൽകി ആദരിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾക്ക് ഔഷധക്കഞ്ഞി വിതരണം നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം സമിതി പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ, സെക്രട്ടറി മുരളീധരൻ നടുമുറി, ട്രഷറർ KS ശ്രീകുമാർ, ദേവസ്വം സെക്രട്ടറി ശിവദാസൻ തയ്യൽ, സുബ്രഹ്മണ്യൻ, NK ശിവൻ, PC ജയേഷ് എന്നിവർ നേതൃത്വം നൽകി. ദ്രവ്യങ്ങളൊക്കെ വെച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള 9 പത്മങ്ങളിൽ 9 ഗ്രഹങ്ങൾക്ക് പൂജ. അതുപോലെ തന്നെ ഹോമം എന്ന് പറയുമ്പോൾ 9 ഗ്രഹങ്ങൾക്കും പ്രണതോസ്മി ദിവാകരം, ഓം ആദിത്യായ നമഃ. അടുത്തത് ചന്ദ്രന്റെയാണ്. ദധി ശംഖതുഷാരാഭം ക്ഷീരാർണവ സമുദ്ഭവം നമാമി ശശിനം സോമം ശംഭോ മകുട. രാജ്യത്ത് പ്ലാസ്റ്റിക് അഥവാ പോളിമർ കറൻസി നോട്ടുകൾ അവതരിപ്പിക്കാനുള്ള ഒരുക്കങ്ങളുമായി റിസർവ് ബാങ്ക്. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അടുത്ത വർഷം മുതൽ 10 രൂപ, 20 രൂപ നോട്ടുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വിപണിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫീൽഡ് ട്രയലുകൾ വിജയകരമായാൽ 2027 തന്നെ പ്ലാസ്റ്റിക് നോട്ടുകളുടെ പൂർണ്ണ തോതിലുള്ള അച്ചടിയും വിതരണവും ആരംഭിച്ചേക്കും. പോളിമർ നോട്ടുകൾ അച്ചടിക്കുന്നതിന് ആവശ്യമായ പ്രത്യേക ഷീറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി RBIയുടെ കറൻസി അച്ചടി വിഭാഗമായ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആഗോളതലത്തിൽ താൽപര്യപത്രം ക്ഷണിച്ചു കഴിഞ്ഞു. കറൻസി നോട്ടുകൾക്കായി വിപുലമായ സുരക്ഷാ ഫീച്ചറുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒപ്പാസിഫൈഡ് പോളിമർ ഷീറ്റുകൾ നൽകാൻ ശേഷിയുള്ള ആഗോള നിർമ്മാതാക്കൾക്കാണ് ടെൻഡറിൽ പങ്കെടുക്കാൻ അവസരം. ആദ്യഘട്ടത്തിൽ ഓരോ മൂല്യത്തിലുമുള്ള നോട്ടുകൾക്കായി 34,000 റീമുകൾ വീതം ആകെ 68,000 റീം BOPP അടിസ്ഥാനമാക്കിയുള്ള പോളിമർ ഷീറ്റുകളാണ് RBI വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സുതാര്യമായ വിൻഡോയിൽ പോർട്രൈറ്റ്, മെറ്റാലിക് അക്കങ്ങൾ, മാഗ്നറ്റിക് ത്രെഡ്, ഷാഡോ ഇമേജ് എന്നിവയടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഈ പ്ലാസ്റ്റിക് നോട്ടുകളിൽ ഉണ്ടായിരിക്കും. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 18 നിലവിലുള്ള പേപ്പർ നോട്ടുകളേക്കാൾ കൂടുതൽ ഈട് നിൽക്കുന്നവയാണ് പോളിമർ നോട്ടുകൾ. ഇവ എളുപ്പത്തിൽ കീറിപ്പോകില്ല, വെള്ളം നനഞ്ഞാൽ നശിക്കില്ല. മാത്രമല്ല, കള്ള നോട്ടുകൾ നിർമ്മിക്കുന്നത് തടയാൻ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനും പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് സാധിക്കും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കറൻസി അച്ചടി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി ആഘാതം ലഘൂകരിക്കാനും സഹായിക്കും. 1988 ഓസ്ട്രേലിയയാണ് ഇതാദ്യമായി ലോകത്ത് പോളിമർ നോട്ടുകൾ അവതരിപ്പിച്ചത്. നിലവിൽ UK, കാനഡ, ന്യൂസിലാൻഡ് ഉൾപ്പെടെ 50-ലധികം രാജ്യങ്ങളിൽ പ്ലാസ്റ്റിക് കറൻസികൾ ഉപയോഗത്തിലുണ്ട്. പൈലറ്റ് പ്രോജക്ട് വിജയകരമായാൽ മറ്റ് വലിയ മൂല്യങ്ങളുള്ള ഇന്ത്യൻ നോട്ടുകളും പോളിമറിലേക്ക് മാറ്റാനാണ് RBIയുടെ ആലോചന. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെയും വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെയും ചുമട്ടുതൊഴിലാളികളുടെയും മക്കൾക്ക് അവാർഡ് നൽകി ആദരിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ നാലി ഷിബു ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റായ MD ഡേവിസ് അധ്യക്ഷനായി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മോത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി. ചാലക്കുടി SH കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറിൻ സമ്മാനദാനം നിർവഹിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി NA ഗോവിന്ദൻകുട്ടി, ഡേവിസ് വെളിയത്ത്, മുനിസിപ്പൽ വാർഡ് കൗൺസിലർ റെയ്സൻ ആലുക്ക, അൽഫോൺസ ചാക്കോ, യൂത്ത് വിംഗ് ചാലക്കുടി പ്രസിഡന്റ് TB ബിനു, വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെ ജില്ലാതല വിതരണോദ്ഘാടനവും പ്രകാശനവും രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. ടിക്കറ്റ് നിരക്കിൽ വർധനവ് വരുത്താതെ തന്നെ ഒന്നാം സമ്മാനത്തുക ഉയർത്തിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി സ്വാഗതാർഹമാണെന്ന് MLA പറഞ്ഞു. കേവലം ഒരു ഭാഗ്യാന്വേഷണത്തിനപ്പുറം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിലൂടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനു കൂടി നാം പങ്കാളിയാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കളക്ടറേറ്റിലെ അനക്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷയായി. ആദ്യ ടിക്കറ്റ് വിൽപ്പന ലോട്ടറി ഏജന്റ് AR ലക്ഷ്മൺ നൽകി മേയർ നിർവഹിച്ചു. വിശ്വസ്തം, സുതാര്യം, ജനകീയം എന്ന മുദ്രാവാക്യം
ഉയർത്തുന്ന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഈ വർഷത്തെ ഓണം ബമ്പർ ടിക്കറ്റ് വില 500 രൂപയാണ്. 30 കോടി രൂപ സമ്മാന തുകയ്ക്കുള്ള ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 26 ഉച്ചയ്ക്ക് 2 നടത്തും. ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ സിനി പി ഇളഞ്ഞിക്കൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ കെ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ PM സ്മിത, ലോട്ടറി ഏജന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. 30 കോടി രൂപയാണ് ഇത്തവണത്തെ ഒന്നാം സമ്മാനത്തുക. ഉപജീവന മാർഗമാണ് ഏജൻസി അല്ലെങ്കിൽ വിൽക്കുന്നവർ, അവരെ സഹായിക്കുന്ന ഒരു പരിപാടിയായിട്ട് കൂടി ഇത് കാണണം. നമുക്കറിയാം, കേരളത്തിലെ ലോട്ടറി വിൽപ്പനയും മറ്റും നടത്തുന്നത് ഒരു ഭാഗ്യ പരീക്ഷണത്തിനുള്ള ഒരു കാര്യമായിട്ട് മാത്രമല്ല, സാധാരണക്കാരായ മനുഷ്യർക്ക്, അംഗവൈകല്യം സംഭവിച്ചവർക്ക്, നല്ല കഠിനമായ ജോലികൾ ചെയ്യാൻ സാധിക്കാത്തവർക്ക്, രോഗികളൊക്കെ ഉള്ളവരെ 10,000-കണക്കിന് പേരാണ് നമ്മുടെ സംസ്ഥാനത്ത് ലോട്ടറി വിൽപ്പനയുമായി നമുക്കറിയാം. വരുന്ന സെപ്റ്റംബർ 20 സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ഈ ഒരു സമ്മാന പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് പ്രചരിപ്പിക്കാൻ ഒരുപാട് പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് നിർവഹിക്കുന്നു. അടുത്ത കൃഷ്ണൻകുട്ടി ചേട്ടൻ, അടുത്തതായിട്ട് പെരിയാറിലെ ആഴക്കരങ്ങളിൽ മുങ്ങിത്താണ് വിദ്യാർത്ഥിനിയെ സ്വജീവൻ പണയം വെച്ച് മനുഷ്യത്വവും ദയയും സധൈര്യവും കൈമുതലാക്കി അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ സ്വകാര്യ ബസ് ഡ്രൈവർ അജേഷിന് ആദരം. അങ്കമാലി മേഖലയിലെ പ്രൈവറ്റ് ബസ് ഉടമകളുടെ നേതൃത്വത്തിലായിരുന്നു അജേഷിന് ആദരവ് നൽകിയത്. അങ്കമാലി പറവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന എക്സിക്യൂട്ടീവ് ബസ്സിലെ ഡ്രൈവർ കുന്നുകര ചാലക്ക പള്ളിയാമ്പൽ വീട്ടിൽ അജേഷാണ് ജീവൻ രക്ഷകനായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:15 പറവൂരിൽ നിന്ന് അങ്കമാലിയിലേക്ക് ബസ് ഓടിച്ചു വരുമ്പോഴായിരുന്നു സംഭവം. നീറ്റ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് കൊയ്ക്കാട്ടുശ്ശേരി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് മാഞ്ഞാലിപ്പുഴയിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആൾക്കൂട്ടം കണ്ട് ബസ്സിൽ നിന്നിറങ്ങിയ അജേഷ് കുട്ടി പുഴയിൽ മുങ്ങി താഴ്ന്നത് കണ്ട് യാതൊന്നും നോക്കാതെ പാലത്തിന്റെ കൈവരിയിൽ കയറി നിന്ന് പുഴയിൽ ചാടി അടിയൊഴുക്കിനെ അതിജീവിച്ച് നീന്തിയെത്തിയാണ് കുട്ടിയെ കരയ്ക്കെത്തിക്കുകയും തുടർന്ന് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. അജേഷിന്റെ മനുഷ്യത്വപരമായ ധീരത സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനുമോദന പ്രവാഹമുണ്ടായി. ഈ യോഗത്തിന് നന്ദി പറയാൻ കിഴക്കേടുത്തുമന വാസുദേവൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം മക്കൾ ചാലക്കുടി സേവാഭാരതിക്ക് നൽകിയ മൊബൈൽ ഫ്രീസറിന്റെ സമർപ്പണം നടന്നു. ചാലക്കുടി ജില്ലാ കാര്യാലയത്തിൽ നടന്ന സമർപ്പണത്തിൽ സേവാഭാരതി പ്രസിഡന്റ് K പീതാംബരൻ വിവേക് വാസുദേവനിൽ നിന്നും ഏറ്റുവാങ്ങി. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വാർഡുകളിലും മൊബൈൽ ഫ്രീസർ സേവനം സൗജന്യമായി ലഭിക്കും. സേവാഭാരതി ജില്ലാ യൂണിറ്റ് പ്രവർത്തകർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആശുപത്രിയിലെ പൊതിച്ചോർ വിവാദത്തിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. അന്നം മുടക്കിയിട്ടില്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. ഇതും ഭക്ഷണവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഇതിനാണ് അന്നം മുടക്കിയെന്ന് പറഞ്ഞ് ചിലരൊക്കെ വിമർശിച്ചത്. K മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഭക്ഷണം നൽകുന്നതിന് തടസ്സമില്ല, എന്നാൽ സ്ഥലം കയ്യേറി വലിയ ബാനർ വെച്ച് ഇവിടെ ഞങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചെയ്യേണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ആലപ്പുഴയിൽ അങ്ങനെ ചെയ്തത്. ആലപ്പുഴയിൽ പരാതി കിട്ടിയതുകൊണ്ടാണ് സംഘടനകൾ ഭക്ഷണം വിതരണം ചെയ്യേണ്ടെന്ന് തീരുമാനമെടുത്തത്. മറ്റെവിടെയെങ്കിലും പരാതി കിട്ടിയാൽ അപ്പോൾ നോക്കാം. പരാതി കിട്ടാത്തതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ടതില്ലെന്നും K മുരളീധരൻ കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ കമ്മ്യൂണിറ്റി കിച്ചൺ നടപ്പാക്കാനും സ്ഥലം കയ്യേറിയവരെ അവിടെ നിന്ന് നിർബന്ധമായി മാറ്റി നിർത്താനുമുള്ളത് ആശുപത്രി വികസന സമിതി കമ്മിറ്റിയുടെ തീരുമാനമാണ്, അല്ലാതെ K മുരളീധരൻ എടുത്ത തീരുമാനമല്ല. സ്ഥലം കയ്യേറിയതായി പരാതി തന്നതും അവരാണെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജിന്റെ അകത്ത് ബാനർ കെട്ടാൻ രാഷ്ട്രീയ സംഘടനകൾക്ക് അധികാരമില്ല. ഡിവൈഎഫ്ഐക്കോ സേവാഭാരതിക്കോ സർക്കാരിന്റെ സ്വത്ത് സ്വകാര്യമായി കൈകാര്യം ചെയ്യാൻ അനുവാദമില്ല. ഈ തീരുമാനത്തിൽ സേവാഭാരതിയും ഡിവൈഎഫ്ഐക്കും പ്രതിഷേധിക്കുന്നുണ്ട്. കേരളത്തിൽ ഏത് സർക്കാർ ആശുപത്രിയിൽ വഴി തടസ്സമുണ്ടായാലും നടപടി ഉണ്ടാകുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ തന്നെ പരിശോധനകൾക്ക് സൗകര്യമൊരുക്കിയത് അടുത്തുള്ള 2 സ്വകാര്യ ലാബുകൾക്ക് തിരിച്ചടിയായി. ഇതിന്റെ ഉടമസ്ഥർ ആരെന്ന് പരിശോധിച്ചാൽ പൊതിച്ചോറ് വിഷയത്തിലെ പ്രതിഷേധത്തിന്റെ കാരണം മനസ്സിലാകുമെന്ന് മന്ത്രി K
മുരളീധരൻ പറഞ്ഞു. സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരുടെ പേരിടുന്നതും ബാനർ വലിച്ചു കെട്ടി സ്ഥലം കയ്യേറുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ആഹാരത്തിന് രാഷ്ട്രീയമോ മതമോ ഇല്ലെന്നും ആശുപത്രികളിൽ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിന് സർക്കാർ എതിരല്ലെന്നും മന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസവും വിശദീകരിച്ചിരുന്നു. യശശരീരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാമത് ചരമവാർഷിക ദിനം കുലയിടം പാറയം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കുലയിടം ബാക്കറി ജംഗ്ഷനിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയിലും ധാരാളം ആളുകൾ പങ്കെടുത്തു. തുടർന്ന് കൊരട്ടിപ്പാതയത്തിൽ പൊതുച്ചോ സമർപ്പണം നടത്തി. പാറയം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് EP അസിസ്, ബിനീഷ് കുമാർ, ജിറ്റി ജിഷോ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഷാഹുൽ പണിക്കവീട്ടിൽ, TP പോൾ, മണ്ഡലം സെക്രട്ടറി MK ജോയ്, ബൂത്ത് പ്രസിഡന്റ് KO വർഗീസ്, വാർഡ് ബൂത്ത് ഭാരവാഹികളായ ദേവസിക്കുട്ടി പടയാട്ടി, ജോയ്സ് വാഴപ്പള്ളി, ജോണി കുറ്റിക്കാട്ട്, ഷംസുദ്ദീൻ, ലീലാമ്മ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി സൗത്തിലുള്ള മോദി ബേക്കറിയുടെ മുൻവശം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം എടക്കര സ്വദേശി കിഴക്കൻ പറമ്പൻ വീട്ടിൽ 29 വയസ്സുള്ള അസറുദ്ദീനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 11 രാത്രി 9 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. കോടശ്ശേരി ചൗക്ക സ്വദേശിനി ഷീജയുടെ ഉടമസ്ഥതയിലുള്ള ഹോണ്ട ആക്ടിവ സ്കൂട്ടറിൽ മകൻ ഷാരോൺ ചാലക്കുടി സൗത്തിലുള്ള മോഡി ബേക്കറിയിലേക്ക് കേക്ക് വാങ്ങാനായി എത്തിയിരുന്നു. ബേക്കറിയുടെ മുൻവശം റോഡരികിൽ താക്കോലോടുകൂടി പാർക്ക് ചെയ്തിരുന്ന വാഹനം കേക്ക് വാങ്ങി 20 മിനിറ്റിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ കാണാനില്ലായിരുന്നു. തുടർന്ന് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI ജോർജ്, CPO മാർട്ടിൻ പോൾ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നെല്ലായി സെന്ററിൽ പ്രവർത്തിക്കുന്ന പെട്ടിക്കട കുത്തിത്തുറന്ന് മോഷണത്തിന് ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ പൂവച്ചാൽ പുശ്ശേരി വീട്ടിൽ 41 വയസ്സുള്ള ഷിജുവാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച പുലർച്ചെ 4:15 സംഭവം. നെല്ലായി സ്വദേശി കൊട്ടുവളപ്പിൽ വീട്ടിൽ ശശീന്ദ്രൻ നടത്തിവരുന്ന കടയിലാണ് ഇയാൾ മോഷണ ശ്രമം നടത്തിയത്. ശശീന്ദ്രൻ പുലർച്ചെ കട തുറക്കാനായി കടയിലെത്തിയ സമയത്താണ് പ്രതി കട കുത്തി തുറന്നതായി കണ്ടത്. തുടർന്ന് സമീപത്തുണ്ടായ പത്രപ്രവർത്തകരായ ആളുകളെ വിളിച്ചുകൂട്ടി പ്രതിയെ തടഞ്ഞുവെച്ച് കൊടകര പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഷിജു കണ്ണൂർ, പേരാവൂർ, ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 മോഷണ കേസുകളിൽ പ്രതിയാണ്. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനം നേടുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും ധനസഹായത്തിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കുന്നവരുടെ കുടുംബ വാർഷിക വരുമാനം 6 ലക്ഷം രൂപയിൽ കവിയരുത്. സ്റ്റേറ്റ് സിലബസുകാർക്ക് മെഡിക്കൽ പരിശീലനത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിലും എഞ്ചിനീയറിംഗ് പരിശീലനത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിലും കുറഞ്ഞത് B+ ഗ്രേഡ് ഉണ്ടായിരിക്കണം. CBSE വിദ്യാർത്ഥികൾക്ക് മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ കുറഞ്ഞത് A2 ഗ്രേഡും ICSE വിദ്യാർത്ഥികൾക്ക് A ഗ്രേഡും ഉണ്ടായിരിക്കണം. കൂടാതെ മുൻ വർഷങ്ങളിൽ വകുപ്പിന്റെ വിഷൻ പദ്ധതിയിൽ പങ്കെടുത്ത് നീറ്റ് പരീക്ഷ എഴുതി 75% സ്കോർ നേടിയവർക്കും ആരോഗ്യപരമായ കാരണങ്ങളാൽ പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്കും ഒരു തവണ കൂടി അപേക്ഷിക്കാം. സ്വന്തം നിലയ്ക്ക് നീറ്റ് പരീക്ഷ എഴുതി 75% സ്കോർ നേടിയവർക്ക് 2 വർഷത്തിനുള്ളിൽ വിഷൻ പ്ലസ് വഴി റിപ്പീറ്റ് ചെയ്യുന്നതിനും അപേക്ഷിക്കാവുന്നതാണ്. സംസ്ഥാന തലത്തിൽ എംപാനൽ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലനത്തിനായി ചേരാം. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ തങ്ങൾ പഠിക്കുന്ന സ്ഥാപനം എംപാനൽ ലിസ്റ്റിൽ ഉണ്ടോ എന്ന വിവരം അതത് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി ഓഫീസുകളിൽ നിന്നും ഉറപ്പുവരുത്തണം. അപേക്ഷകൾ 2026 സെപ്റ്റംബർ 30 വൈകിട്ട് 5 അതത് ബ്ലോക്ക് പട്ടികജാതി ഓഫീസിലോ അയ്യന്തൂർ സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ സമർപ്പിക്കണം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് KPCC ന്യൂനപക്ഷ സെൽ കോടശ്ശേരി മണ്ഡലം കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർക്ക് നിവേദനം നൽകി. പരിയാരം ബ്ലോക്ക് സെക്രട്ടറി ഡേവിസ് മുളക്കാമ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷനായി. ജിജി കല്ലേലി, വർഗീസ് പൊറായി, ഓമന ജോസ്, മേഴ്സി പോളി എന്നിവർ പ്രസംഗിച്ചു. കാരൂർ തോട്ടാപ്പള്ളി ഡോക്ടർ TK ജോസ് നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 കാരൂർ അവർ ലേഡി ഓഫ് റോസറി ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സനീഷ് കുമാർ ജോസഫ് MLA ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുടെ ഭാഗമായി അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചു. മണപ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവഗ്രഹ ഹോമം, നവഗ്രഹ പൂജ എന്നിവ നടത്തി.
രാജ്യത്ത് പ്ലാസ്റ്റിക് അഥവാ പോളിമർ കറൻസി നോട്ടുകൾ അവതരിപ്പിക്കാനുള്ള ഒരുക്കങ്ങളുമായി റിസർവ് ബാങ്ക്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെ ജില്ലാതല വിതരണോദ്ഘാടനവും പ്രകാശനവും രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. പെരിയാറിലെ ആഴങ്ങളിൽ മുങ്ങിത്താണ് വിദ്യാർത്ഥിനിയെ സ്വജീവൻ പണയം വെച്ച് മനുഷ്യത്വവും ദയയും സധൈര്യവും കൈമുതലാക്കി അതിസാഹസ്യമായി രക്ഷപ്പെടുത്തിയ സ്വകാര്യ ബസ് ഡ്രൈവർ അജേഷിന് ആദരം. ആശുപത്രിയിലെ പൊതിച്ചോർ വിവാദത്തിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.